ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അശോകനങ്കളുടെ മോള് മാളു ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി പോയിരിക്കുവാണ്. അശോകനങ്കള് ഭയങ്കര സങ്കടത്തിലാണ്. സച്ചിൻ രേവതിയും പറയുന്നുണ്ട്, അങ്കിള് വിഷമിക്കണ്ട, ഞങ്ങൾ എന്തായാലും മാളുവിനെ കൂട്ടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എന്നിട്ട് മാളു ജോലി ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ സുഹൃത്തിനോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വിരട്ടുമ്പോഴേക്കും ആ കൂട്ടുകാരി സത്യങ്ങളൊക്കെ പറയുവാണ്. മാളു ഇപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഉള്ളതെന്നും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുവാണ്. ഒളിച്ചോടിപ്പോയത് കല്യാണം കഴിക്കാനല്ലേ, പിന്നെ എന്താ അവർ കല്യാണം കഴിക്കാതിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ഈ ഫ്രണ്ട് പറയുന്നുണ്ടേ, അത് പിന്നെ അവർ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ വീട്ടുകാർ അവരുടെ ലവ് അക്സെപ്റ്റ് ചെയ്യുമെന്നും പിന്നെ കല്യാണത്തിന് സമ്മതിക്കുമെന്നൊക്കെയാണ് അവരുടെ അഭിപ്രായത്തിൽ, അവരുടെ മൈൻഡിൽ. അപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ അവർ കെട്ടുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ ഈ ഫ്രണ്ട് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഒളിച്ചോടി പോയതെന്നും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവരിപ്പോൾ നിൽക്കുന്ന ഫ്രണ്ടിൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഫെബിൻ്റെ വീട്ടിലെ അവസ്ഥയും കാണിക്കുവാണ്. ഫെബിൻ എന്ന് പറയുന്നത് നമ്മുടെ മാളു പൊളിച്ചോടിപ്പോയ പയ്യനില്ലേ, ആ പയ്യന്റെ പേരാണ് ഫെബിൻ. ഫെബിന്റെ വീട്ടിൽ ഭയങ്കര കരച്ചിലാണ്. അമ്മയും അച്ഛനും അവരുടെ കൂടെ നമ്മുടെ ബീരാനും ഉണ്ട്. ബീരാന്റെ പെങ്ങളുടെ മോനാണ് ഈ ഫെബിൻ എന്ന് പറയുന്നത്. ബീരാൻ അവരെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്നോടെങ്കിലും പറയായിരുന്നു, ഞാൻ അവനോട് സംസാരിച്ച് നോക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതൊന്നും വലിയൊരു കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും ഫെബിന്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവന് ഈ കാര്യം പറഞ്ഞപ്പോഴേക്കും, പക്ഷേ ഇതേ ഇങ്ങേര് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫെബിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുവാണേ. അപ്പോഴേക്കും ബീരാൻ ചോദിക്കുന്നുണ്ട്, എന്താ ആളിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്താ അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെ പറ്റി ഓർത്തിട്ടാ ഞാനിതിന് സമ്മതിക്കാതിരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവൻ്റെ മൈൻഡൊക്കെ മാറിക്കോളും എന്ന് ഞാനും വിചാരിച്ചു എന്നൊക്കെ പറയുവാണ് അച്ഛൻ. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ എന്ത് അഭിമാനക്കുറവാണ് ഉള്ളത്, അതൊരു തെറ്റുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ബീരാൻ. അപ്പോഴേക്കും അച്ഛൻ അത് പിടിക്കുന്നില്ല. അച്ഛൻ പറയുന്നുണ്ട്, അവൻ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത് ഞങ്ങളാ, അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പെണ്ണിന് വേണ്ടി അവൻ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ബീരാൻ വിട്ടുകൊടുക്കുന്നില്ലേ, അവൻ നിങ്ങൾക്കൊരു മര്യാദ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കുന്ന പെണ്ണിനെ തന്നെ കെട്ടണം എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശിയെന്ന് ബീരാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊടുക്കുന്ന പെണ്ണുമായിട്ട് അവൻ നല്ല രീതിയിൽ ജീവിച്ചു പോകുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് കപ്പിൾസിനെ എനിക്കറിയാം എന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. അമ്മ നല്ല കരച്ചിലാണേ. അവൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല, കോളൊന്നും പോകുന്നു പോലുമില്ല, എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിക്കാതെ, അവൻ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കും, ഞാൻ അവനെ അന്വേഷിച്ച് കൊണ്ടുവരാം, നിനക്ക് ആ പെണ്ണിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും മാളൂന്നാ വിളിക്കുന്നതെന്നും അശോകൻ എന്ന് പറഞ്ഞ ഒരാളുടെ മോളാണെന്നും ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, ഹോ ഇത്രയൊക്കെ അറിയാലേ, ഏതായാലും അവനാണെന്ന് കണ്ടുപിടിക്കട്ടെ, അവളുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാം, നല്ല ബന്ധമാണെങ്കിൽ നമുക്കിതങ്ങോട്ട് നടത്തി കൊടുക്കാൻ എന്നൊക്കെ ബീരാൻ അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുവാണ് ഈ ഫെബിനെയും തപ്പിയിട്ട്. പിന്നെ കാണിക്കുന്നത് അശോകൻ അങ്കിളുടെ വീടാണ്. അശോകൻ അങ്കിൾ ആണെങ്കിൽ ഭാര്യയായിട്ട് വഴക്ക് പിടിക്കുവാണ്. നാളെ അവനെയും കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് നമ്മൾ പിന്നെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ സച്ചിൻ രേവതിയും ഇവരുടെ വീട്ടിലോട്ട് വരുന്നത്. അശോകൻ അങ്കിളിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, അവരങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അശോകൻ അങ്കിൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മാളുവിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ മാളുവിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത്, അവരുടെ മനസ്സിൽ ഇപ്പോൾ കല്യാണം കഴിക്കണം പ്ലാൻ ഒന്നും ഇല്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അശോകൻ അങ്കിൾ ചോദിക്കുന്നുണ്ട്, അവരിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും വളരെ സേഫ് ആയിട്ടാണ് മാളു ഉള്ളത്, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഉള്ളതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചിയും അവരെ ഉപദേശിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് സ്നേഹിക്കുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല, അവൾ നിങ്ങൾക്കൊരു മര്യാദ തന്നിട്ടാണ് ആ പയ്യൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പയ്യനെയും കൂട്ടി വീട്ടിലോട്ട് വന്നിട്ട് സംസാരിച്ച് നോക്കണമായിരുന്നു, നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, അത് പിന്നെ അവൾ ആ പയ്യൻ്റെ കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, പക്ഷെ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് നിങ്ങളായിട്ട് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ, വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ അന്വേഷിക്കണം, പയ്യനെ പറ്റിയൊക്കെ അന്വേഷിക്കണം, അപ്പോഴല്ലേ നല്ല പയ്യനാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത് അവള് വീട്ടിൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ടാണ് അവൾ ഒളിച്ചോടി പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അവൾ ഞങ്ങളോട് വളരെ പക്വതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ അവൾ തിരഞ്ഞെടുത്ത പയ്യനും നല്ല പയ്യനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും മാളുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ അവളെ കണ്ടായിരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കൂട്ടിക്കൊണ്ടൊക്കെ വരാം, അതിനു മുമ്പ് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അവൾക്കറിയണം, എന്നാലേ അവൾ വരത്തുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണ്.
അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മിണ്ടാത്തേ, നിങ്ങളൊരു അഭിപ്രായം പറ, എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് പറ, അതിനനുസരിച്ച് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. ആ പയ്യൻ നല്ലതാണെങ്കിൽ നമുക്ക് അവരുടെ വീട്ടുകാരെയും എല്ലാവരെ പറ്റി അന്വേഷിക്കാം, എന്നിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും അമ്മ വീണ്ടും പറയുന്നുണ്ട്, എന്നാലും സച്ചി പയ്യൻ എങ്ങനത്തെ ആളാണെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ, അത് മാത്രമല്ല ബന്ധുക്കളും നാട്ടുകാരൊക്കെ എന്ത് പറയുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ അതാണല്ലേ പ്രശ്നം, ബന്ധുക്കളും നാട്ടുകാരും എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ. ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരാ, അല്ലാതെ ബന്ധുക്കളും നാട്ടുകാരും ഒന്നുമല്ല. അമ്മ നോക്കി, ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി 1,00,000 രൂപ പോയി ഏതെങ്കിലും ബന്ധുക്കളോട് ചോദിച്ചു നോക്ക്, അവരാരും സഹായിക്കത്ത് പോലുമില്ല. അഭിപ്രായം പറയാൻ എല്ലാവരും കാണും, പക്ഷേ ജീവിക്കേണ്ടത് അവരാണ്. ബന്ധുക്കളും സ്വന്തങ്ങളൊക്കെ വേണം, പക്ഷേ അതൊന്നും സ്വന്തം മകളുടെ ജീവിതത്തിനേക്കാളും വലുതല്ല എന്നൊക്കെ സച്ചി പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഇവരെ. ലാസ്റ്റ് അശോകൻ പറയുന്നുണ്ട്, എന്നാൽ അവളുടെ ഇഷ്ടപ്രകാരം തന്നെ നമുക്ക് ഈ കല്യാണം നടത്താം എന്നൊക്കെ ഭാര്യനോട് പറയുവാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, കണ്ടോ പ്രശ്നം തീർന്നു എൻ്റെ അങ്കിളെ, അവൾ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പോയതാ, ഇങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് അവൾക്കറിയാം, നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, നിങ്ങളുടെ ഇഷ്ടമില്ലാതെ അവൾ അയാളെ കല്യാണം കഴിക്കാനും പോകുന്നില്ല, ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു, ഇനി ഈ കല്യാണം നമുക്ക് നല്ല രീതിയിൽ നടത്താം എന്നൊക്കെ സച്ചി പറയുവാണ്. സച്ചിനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അശോകൻ അങ്കിൾ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നാളെ തന്നെ ഞങ്ങൾ മാളുവിനോട് സംസാരിച്ചിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ് സച്ചി. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ബീരാൻ അശോകൻ അങ്കിളുടെ വീട്ടിലോട്ട് വരുന്നത്. മാളുടെ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ട് ബീരാൻ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ വന്നിരിക്കുവാണ്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ബീരാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാണ്, കുറച്ച് മധുരമൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോയിലോട്ട് കയറുവാണ്. ഈ ടൈമിലാണ് സച്ചി അകത്തു നിന്നും അശോകൻ അങ്കിളുടെ വീടിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല. സച്ചി രേവതിയും പിന്നെ പോകുന്നത് ഫെബിൻ്റെ വീട്ടിലോട്ടാണ്. ഈ ടൈമിൽ ബീരാൻ അവിടെ ഉണ്ടാവില്ല, കാരണം ബീരാൻ മാളുവിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുവാണ്. ആ ടൈമിൽ സച്ചിൻ രേവതിയും കൂടി ഫെബിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുവാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ മാളുവിൻ്റെ ആൾക്കാരാണെന്ന് പറയുമ്പോഴേക്കും ഫെബിൻ്റെ ആൾക്കാർ അകത്തോട്ടൊക്കെ കയറി ഇരിക്കാൻ പറയുന്നുണ്ട് സച്ചിനോടും രേവതിനോടും. എന്നിട്ട് മാളുവിൻ്റെ ആരായിട്ട് വരും എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വന്തം പോലെ തന്നെയാണ് അശോകനങ്ങളും എൻ്റെ അച്ഛനും 40 വർഷത്തെ സുഹൃത്തുക്കളാണ്, എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെയാണ് ഈ മാളു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. വളരെ നല്ല പെണ്ണാണ് മാളു എന്ന് പറയുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ വളരെ നല്ല പെണ്ണായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒളിച്ചോടി പോയത്, നമ്മുടെ മോൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല, നന്നായിട്ട് ഏതായാലും വളർത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ എവിടെയും പോയിട്ടില്ല, അവർ മോളും മോനും സുരക്ഷിതമായിട്ട് തന്നെ ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ വേറൊരാൾ പറഞ്ഞിട്ട് വേണമല്ലോ അറിയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മകൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുമ്പോഴേക്കും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ആരായാലും വിഷമമൊക്കെ ഉണ്ടാവും, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അവർ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവർ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുവാണ്, നിങ്ങളുടെ അനുഗ്രഹത്തോടെ മാത്രമേ അവർ തമ്മിൽ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, മാളു നല്ലൊരു കുട്ടിയാണ്, മാളുവിൻ്റെ അച്ഛനും അതുപോലെ തന്നെയാണ്, ആ ഗുണങ്ങളൊക്കെ അവൾക്കും ഉണ്ട്, ഈ വീട്ടിലെ നല്ല മരുമകളായിരിക്കും അവളെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എനിക്കവൻ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി, എനിക്കൊരു കുഴപ്പമില്ല, അവൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, പക്ഷേ ഇദ്ദേഹം ആ കല്യാണത്തിന് സമ്മതിച്ചില്ല, അതാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വന്നതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഫെബിൻ്റെ അച്ഛൻ ഈ ബന്ധത്തിനെതിരാണ്, പക്ഷേ സച്ചി അയാളെ മയക്കി സോപ്പിട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ഈ കല്യാണത്തിനെ സമ്മതിപ്പിക്കുവാണ്. സച്ചിയുടെ വർത്താനം അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫെബിൻ്റെ അച്ഛന്. അങ്ങനെ സച്ചിയും രേവതിയും അവരുടെ വീട്ടുകാരൊക്കെ ചേർന്ന് ഈ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കുവാണ്. ഈ ടൈമിലാണ് നമ്മുടെ ബീരാൻ വിളിക്കുന്നത്. ബീരാൻ വിളിച്ചിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ മാളുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്, ഞാൻ അവരോട് സംസാരിച്ചു, നല്ല ആൾക്കാരാണ് എല്ലാവരും എന്ന് പറയുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്, വളരെ നല്ല ആൾക്കാരാണ്, എന്നെ സംസാരത്തിലൂടെ മയക്കി കളഞ്ഞു, എന്നെ ഈ ബന്ധത്തിന് സമ്മതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഫെബിൻ്റെ അച്ഛൻ. ആര് പറഞ്ഞിട്ടും മനസ്സ് മാറാത്ത അളിയൻ്റെ മനസ്സ് അവർ മാറ്റിയെങ്കിൽ അവരാൾ അല്ലല്ലോ എന്ന് ബീരാൻ പറയുമ്പോഴേക്കും അളിയൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ ഈ ബന്ധം ഉറപ്പിച്ചിരിക്കുവാണ്. ഏതായാലും സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽപ്പെടാതെ ബീരാൻ ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.